നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നിപ്പോ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു ഡെമോ API ഉണ്ടാക്കാം. ഒരു ഡമ്മി API. കാരണം ഇന്നലെ നമ്മളൊരു ഡമ്മി API വെബ്സൈറ്റിൽ നിന്നല്ലേ എടുത്തത്. അപ്പോ നമുക്ക് പ്രോപ്പർ ആയിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലല്ലോ. അപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്താലും അതിന്റെ ഡാറ്റാബേസിൽ പ്രോപ്പർ ആയിട്ട് ഡാറ്റ പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡെമോ API ഉണ്ടാക്കാം. ഭയങ്കര സിമ്പിൾ ആണ്. അതുണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് HTTP മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ആക്ച്വൽ പ്രൊജക്റ്റിന് നമ്മൾ ഡമ്മി API അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം നമുക്ക് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് തന്നേക്കുന്ന APIs ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ നമുക്ക് രണ്ട് സാധനങ്ങൾ വേണം. ഒന്ന് Node.js. Node.js ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. പിന്നെ നമുക്ക് JSON സെർവർ വേണം. Node.jsന്റെ കൂടെ NPM എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ടാവും. ഇത് മൂന്ന് കാര്യങ്ങളുമാണ് നമുക്കൊരു ഡെമോ API അല്ലെങ്കിൽ ഒരു പോപ്പ് സെർവർ API ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പൊ ഓൾറെഡി എന്റെ കയ്യിൽ Node.js ഉണ്ട്. ആരെങ്കിലും ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ലജിത. ഷെയർ ചെയ്യാമോ? ഓക്കെ. ഇതിൽ നമുക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടത് Node.js ആണ്. Node.js ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോവാ, ഡൗൺലോഡ് Node.js കൊടുക്കുക. Node.js യെസ്. Node.js അല്ലടാ, Node.js. NODE. നോഡ് എന്നാണോ പറഞ്ഞത്? Node.js. ഇതാണോ? Node.js ഡൗൺലോഡ് കൊടുക്കുക. ഇതിലാദ്യത്തെ അല്ലേ? കിട്ടും. അതില് വിൻഡോസ് ഇൻസ്റ്റാളർ MSI കണ്ടോ? അതെടുക്കുക. ഡൗൺലോഡ് ആയിക്കോളും. അത് ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടെ കൊടുത്തേടാ. അല്ല, അത് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നും കൂടെ എടുത്തേ. അത് വരത്തില്ലാത്തോണ്ടായിരിക്കും വരാത്തെ. ക്യാൻസൽ കൊടുത്തു. ക്യാൻസൽ ചെയ്തിട്ട് വന്നിട്ടേ അതെന്നാ ക്ലോസ് ചെയ്തേ ആ വിൻഡോ. ഒന്നും വന്നില്ലേ? സ്റ്റക്കായാ?
പ്ലീസ് റൺ ദ ഇൻസ്റ്റാളേഷൻ. നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് എടുക്കുക. ഇൻസ്റ്റാൾ എടുക്കുക. ചിലപ്പോൾ ടൈം എടുക്കുന്നതായിരിക്കും. ഡൗൺലോഡ് ആവട്ടെ. അത് ഫിനിഷ്. ഇനി നമുക്ക് ഇത് പ്രോപ്പർലി ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് സാധാ മറ്റേ വിൻഡോസിന്റെ സെറ്റിംഗ്സ് ആണ്. അതെ 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 അതെ. അല്ലടാ ഇതിലെ സാധാ സെറ്റിംഗ്സ് അതന്നെ. സെറ്റിംഗ്സ് ടൈപ്പ് ചെയ്തിട്ട് വരത്തില്ലേ സാധാ നമ്മുടെ അത് തന്നെ. മാം എനിക്ക് പ്രോംപ്റ്റില് കാണിച്ചായിരുന്നേ, എന്താണ് അങ്ങനെ വരുമല്ലോ പ്രോംപ്റ്റിലും വരും. നോട്ട് സ്പേസ് ഹൈഫൻ ഹൈഫൻ വേർഷൻ കൊടുത്താലും വരും. പ്രസ് എനി കീ ടു കണ്ടിന്യൂ എന്നാ കാണിക്കണത്. എന്റർ ക്ലിക്ക് ചെയ്താ പോരെ? എന്താടാ കമാൻഡ് പ്രോംപ്റ്റ് ആണ് ഓപ്പൺ ചെയ്ത് വന്നത് ലാസ്റ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം. അല്ല, ഇങ്ങനെയല്ല വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സെറ്റിംഗ്സിൽ നമ്മൾ ഇനിയിപ്പോ പ്രോംപ്റ്റിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യണോ? കമാൻഡ് പ്രോംപ്റ്റിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടോ? കമാൻഡ് പ്രോംപ്റ്റിൽ വേണമെങ്കിൽ നോട്ട് സ്പേസ് ഹൈഫൺ ഹൈഫൺ വേർഷൻ എന്ന് കൊടുത്ത് നോക്കിക്കോ. ഓക്കെ, നോട്ട് സ്പേസ് ഹൈഫൺ ഹൈഫൺ. ഓക്കെ, വേർഷൻ. ഓക്കെ. ഇതിനകത്ത് എൻവയോൺമെന്റ് വേരിയബിൾസ് ഒന്നും അടിച്ചു കൊടുത്തടാ. എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെന്റ് വേരിയബിൾസ്, സെക്കൻഡ് ഓപ്ഷൻ. ഇതിനകത്ത് എൻവയോൺമെന്റ് വേരിയബിൾസ് എടുക്കുക. അതില് സിസ്റ്റം വേരിയബിൾസില് പാത്ത് എടുക്കുക. അതന്നെ ആ പാത്ത് എടുക്കുക, എഡിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് നോട്ട് ജെയ്സ് വന്നേക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഏറ്റവും അവസാനം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ നോട്ട് ജെയ്സ് പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എല്ലായിടത്തും ഓക്കെ കൊടുക്കുക. സെലക്ട് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, അത് വന്നിട്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ അത് വരില്ല. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇനി ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ഓപ്പൺ കൊടുക്കുക. നോട്ട് സ്പേസ് ഹൈഫൺ ഹൈഫൺ വേർഷൻ കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് വേണ്ടത്
NPM പാക്കേജ് ആണ്. NPM പാക്കേജ് സക്സസ്ഫുള്ളി നമുക്ക് Node.js കയറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇനി അത് കയറിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് NPM സ്പേസ് ഹൈഫൺ വേർഷൻ കൊടുക്കുക. NPM അറിയോ? യെസ്, സ്പേസ് ഹൈഫൺ വേർഷൻ. ഓക്കെ, NPM പാക്കേജും കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒരു ഡെമോ API നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ വേണ്ടത് JSON സെർവർ ആണ്. അതിന് വേണ്ടിയിട്ട് JSON സ്പേസ് ഹൈഫൺ സെർവർ എന്ന് കൊടുക്കുക. എൻ്റർ എടുത്തേ. അപ്പൊ JSON ഇല്ല. ഇനി ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് NPM സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് -G സ്പേസ് JSON -server. സ്പേസ് ഉണ്ടോ? -server. അല്ല, സ്പേസ് ഉണ്ടോ? ഇല്ല, സ്പേസ് ഇല്ല. ഇത് ഓട്ടോമാറ്റിക്കലി JSON സെർവർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് ആണ്. നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു API ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്നും വേണ്ട. നമ്മൾ ലോക്കൽ സിസ്റ്റത്തിൽ ഒരു ഡമ്മി API എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിലാണ് നമുക്ക് ഈ സ്റ്റെപ്സ് ഒക്കെ വേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തു, JSON സെർവർ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? നമുക്കൊരു HTTP റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട്? URL വേണ്ടേ? URL ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഡെമോ API ഉണ്ടാക്കണം. അപ്പൊ ഡെമോ API ഉണ്ടാക്കുന്നത് സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമ്മളൊരു APIയിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് JSON ഫോർമാറ്റിലാണ്. അപ്പൊ നമ്മൾ JSON ഫോർമാറ്റിലുള്ള കുറച്ച് സെറ്റ് ഓഫ് ഡാറ്റാസിനെ നമ്മുടെ നോട്ട്പാഡിലോ Notepad++ലോ സേവ് ചെയ്യാം. Notepad++ഏ ഞാൻ പറയുള്ളൂ. അതിനകത്ത് സേവ് ചെയ്തിട്ട് ഒരു JSON ഫയൽ ആയിട്ട് സേവ് ചെയ്തിട്ട് അതിനെ ഒരു ഡാറ്റാബേസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനകത്തോട്ട് പുട്ടും പോസ്റ്റും ഗെറ്റും ഡിലീറ്റ് ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാം. എന്നിട്ട് ആ ഒരു കൊടുത്തേക്കുന്ന ആ JSON ഡാറ്റേനെ ഒരു ഡാറ്റാബേസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതൊരു ഡെമോ API ആയിട്ട് എടുത്തിട്ട് ഒരു ഡെമോ API റൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ പുട്ടും പുഷും ഒക്കെ ചെയ്യുന്നത്. അല്ല, പുഷ് പോട്ടെ, പോസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു JSON ഡാറ്റ വേണം. നമുക്കിപ്പോ JSON എഴുതാൻ അറിയില്ല. JSON ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ JSON എപ്പോഴും ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുക. കേളി ബ്രേസസിന്റെ അകത്തായിരിക്കും ഈ കീ വാല്യൂ പെയർസ് ഉണ്ടാവുക. നമുക്കിപ്പോ JSON ഡാറ്റ എഴുതാൻ അറിയാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു JSON ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം. ആ ഡാറ്റ Notepad++ലോ എവിടെയെങ്കിലും സേവ് ചെയ്യാം. എന്നിട്ട് ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് പുഷും പുട്ടും പോസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം. ഈ ചാറ്റിൽ ഇട്ടേക്കുന്ന ഡാറ്റ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നോട്ട്പാഡിൽ സേവ് ചെയ്യാം. JSON ഫയൽ ആയിട്ട് വേണം ഇത് എപ്പോഴും സേവ് ചെയ്യാനായിട്ട്. ഇത് കോപ്പി ചെയ്യാം Notepad++ല്. എന്നിട്ട് സേവ് ചെയ്യേണ്ടത് സേവ് ആസ് കൊടുത്തിട്ട് students.json അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് സേവ് ചെയ്യണം. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. .json എക്സ്റ്റൻഷൻ ഇടണം. എന്നാലാണ് ഇത് JSON ഫോർമാറ്റിലെ ഫയൽ ആവുള്ളൂ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലാവും. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്ത് APIയുടെ ഒരു ഡാറ്റാബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാനൊന്നും പറ്റില്ല.
അല്ലടാ, എക്സ്റ്റൻഷൻ തന്നെ കൊടുക്കണം. ഈ ഫയൽ ഫോർമാറ്റ് സെലക്ട് ചെയ്താലും ചിലപ്പോൾ വരില്ല. ഒന്നുകൂടി എഡിറ്റ് ചെയ്യാവോ? ഫയൽ സേവ് ചെയ്യുമ്പോൾ അതിന്റെ പേര് students.json തന്നെ കൊടുക്കണം. അങ്ങനെയാണോ കൊടുത്തത്? അല്ലല്ല, താഴെയല്ലേ സേവാസ് കൊടുത്തത്? കൊടുത്താൽ മതിയോ? എന്താടാ? സേവാസിന് ചെയ്താൽ മതിയോ? ആ സേവ് കൊടുത്തു. കാരണം ചിലവർക്ക് ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവില്ല. ഇത് നമുക്ക് ഇതിനൊരു API ആയിട്ട് റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ JSON സെർവറും NPM പാക്കേജും Node.js ഒക്കെ കയറ്റിയത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ പാത്ത് കമാൻഡ് പ്രോംപ്റ്റിൽ ആദ്യം എടുക്കണം. ഫയൽ എടുക്കുക, അത് ക്ലോസ് ചെയ്തോളാം. ആ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്തോ. എന്നിട്ട് ഇവിടെ ഫയൽ ഇല്ലേ, ഈ ഫയൽ എഡിറ്റ് സെർച്ച്, അതില് ഓപ്പൺ ഇൻ കണ്ടെയ്നിങ് ഫോൾഡർ എടുക്കുക, അതിൽ CMD എടുക്കുക. അപ്പൊ ഈ സേവ് ചെയ്തേക്കുന്ന ജെയ്സന്റെ പാത്ത് കിട്ടില്ലേ. എന്നിട്ട് നമ്മൾ ഈ കമാൻഡ് അടിച്ചു കൊടുക്കുക, JSON-server സ്പേസ് --watch വാച്ച് WATCH സ്പേസ് നമ്മുടെ ഫയലിന്റെ പേര്. ഇത് നമ്മൾ students.json എന്നല്ലേ കൊടുത്തേക്കണേ. അപ്പൊ students.json എന്ന് കൊടുക്കാം. സ്റ്റുഡന്റിന്റെ S ക്യാപിറ്റൽ ആണെന്ന് തോന്നുന്നു. അതെ, .json എന്റർ കൊടുക്കുക. ഈ വന്നേക്കുന്നില്ലേ, അല്ലോ കേട്ടോ, ഈ വന്നേക്കുന്ന എൻഡ് പോയിന്റ് ഇല്ലേ, ഇതാണ് നമ്മുടെ URL. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതേപോലെ ഡെമോ API അല്ലെങ്കിൽ ഡമ്മി API വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ഈ URL യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമാൻഡ് ഫോർമാറ്റിൽ ഈ കമാൻഡ് റൺ ചെയ്ത് ഇങ്ങനെ വെക്കണം. എപ്പൊ നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നോ പിന്നെ ഈ API യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഈ JSON-server സ്പേസ് --watch സ്പേസ് ആ ഫയൽ നെയിം കൊടുത്തിട്ട് ഇതേപോലെ URL ജനറേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ URL യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, ഈ എൻഡ് പോയിന്റ് കോപ്പി ചെയ്തിട്ട് ഈ കമാൻഡ് പ്രോംപ്റ്റ് മിനിമൈസ് ചെയ്തിടാം. എന്നിട്ട് പോസ്റ്റ്മാൻ എടുത്തിട്ട് ഒരു പുതിയ കളക്ഷൻ ഉണ്ടാക്കുക. സെയിം വർക്ക് സ്പേസിൽ പുതിയ കളക്ഷൻ ഉണ്ടാക്കുക. ഇത് വർക്ക് സ്പേസ് ഉണ്ടാക്കാനല്ലേ, വർക്ക് സ്പേസ് ഉണ്ടാക്കണ്ട, പുതിയ കളക്ഷൻ ഉണ്ടാക്കിയാൽ മതി. ന്യൂ കളക്ഷൻ. ഓക്കെ, അതിനകത്തൊരു കളക്ഷന്റെ പേര് കൊടുക്കുക. ഡെമോ API കളക്ഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ പുതിയ റിക്വസ്റ്റ് ആഡ് ചെയ്യുക, ഗെറ്റ് റിക്വസ്റ്റ് ആഡ് ചെയ്യുക. ഗെറ്റ് റിക്വസ്റ്റ് എടുത്തിട്ട് URL നമ്മുടെ URL പേസ്റ്റ് ചെയ്യുക, സെൻഡ് കൊടുക്കുക. നമ്മൾ കൊടുത്ത ആ ഡാറ്റാബേസിലെ മൊത്തം ഡാറ്റ വന്നു. ഇതിനകത്ത് ഇപ്പോ ID ആണ് ഇതിന്റെ പ്രൈമറി കീ, കാരണം ബാക്കിയെല്ലാം നമ്മൾ കൊടുക്കുന്നതാണ്. ID ഇതിന്റെ പ്രൈമറി കീ ഇവർ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇനി പുതിയൊരു റിക്വസ്റ്റ് കൊടുക്കുക. സേവ് ചെയ്യണ്ടേ. ഇത് സേവ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് പിന്നെയും ഒരു റിക്വസ്റ്റ് കൂടെ ജനറേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് നമുക്ക്
ഇപ്പൊ ഈ റിക്വസ്റ്റ് തന്നെ ഒന്നും കൂടെ വേറെ എന്തെങ്കിലും ഇതിട്ട് റൺ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് പുതിയൊരു റിക്വസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തോ. ഗെറ്റ് സ്പെസിഫിക് യൂസറിനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തോ. അതെടുത്തിട്ട് നമ്മുടെ URL പേസ്റ്റ് ചെയ്യുക. ഗെറ്റ് എന്ന റിക്വസ്റ്റിന്റെ ഇത് കൊടുക്കുക. എന്നിട്ട് \1 എന്തെങ്കിലും കൊടുക്കുക. ID 1 ഉള്ളത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ID 1 മാത്രല്ലേ വന്നുള്ളൂ. ഇനി ഈ റെസ്പോൺസ് ബോഡി കോപ്പി ചെയ്തിട്ട് ഒരു പുട്ടും പോസ്റ്റും ഏതെങ്കിലും ഒരു ID ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. 1 ഡിലീറ്റ് ചെയ്യണ്ട, വേറെ ഏതെങ്കിലും ഒരെണ്ണം ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. വേറെ റിക്വസ്റ്റ് വേറെ നമുക്ക് ഈ ഗെറ്റ് റിക്വസ്റ്റ് ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ID കാണാൻ പറ്റില്ലേ? ആ ID ഏതെങ്കിലും ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാം. ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്തോടാ. ഈ സെയിം ഇതിൽ കൊടുക്കണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ കളക്ഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. കളക്ഷൻ റൺ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള HTTP മെത്തേഡ്സ് മൊത്തം റൺ ആവും. പോസ്റ്റിന് ID കൊടുക്കണ്ട. കാരണം ID പ്രൈമറി കീ ആണ്. അത് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യുന്നതാട്ടോ. എപ്പോഴും ചിലപ്പോ 5 വരെയാണ് എൻട്രി ഉള്ളതെന്ന് വെച്ച് 6 ആയിരിക്കണം എന്നില്ല അടുത്ത വരുന്ന ID. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഓൾറെഡി നമുക്ക് 6 ഉം 7 ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇനി ഡിലീറ്റ് ചെയ്തതാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന ID 8 ആയിരിക്കും. അങ്ങനെ ID നമുക്ക് ഓർഡർ അനുസരിച്ച് ന്യൂമറിക് വാല്യൂസിന് വന്നെന്നില്ല കേട്ടോ. ന്യൂമറിക് വാല്യൂസിലല്ല. എന്തോ അതാണ് ജനറേറ്റ് ആയത്. ഇനി ഒരു കാര്യം ചെയ്യാ, ഈ ID എടുത്തിട്ട് ഗെറ്റ് സ്പെസിഫിക് യൂസറിൽ \/ ഇട്ടിട്ട് ഈ ID ഒന്ന് കൊടുത്തേ. വന്നില്ലേ? ഓക്കെ. ഇനി പുട്ടും ഡിലീറ്റും കൂടെ കൊടുക്കുക.
അതിലെന്തായിരുന്നു എന്താടാ? അതിലെന്തായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്താ പ്രശ്നം പറ്റിയേ? പുട്ടില് നോട്ട് ഫൗണ്ട് വന്നതാണോ? ആ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുട്ട് നമ്മൾ കൊടുക്കുമ്പോ എങ്ങനെയാ കൊടുത്തേ? ഈ ഡാറ്റ ഒന്ന് കാണിച്ചേ. ഇത് ഇതിനകത്ത് എങ്ങോട്ട് കൊടുക്കുന്ന പുട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. ആ, അപ്പൊ ഏത് എക്സിസ്റ്റിംഗ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നേരത്തെ നമ്മൾ ആഡ് ചെയ്തത്. അപ്പൊ അത് നമ്മള് ഇന്നതാണെന്ന് URL സ്പെസിഫൈ ചെയ്ത് കൊടുക്കണ്ടേ, എന്നാലേ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ ആ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, ഓക്കെ. അതുകൊണ്ടാണ് വരാത്തത്. അപ്പൊ നമ്മൾ ഇവിടെ ID കൊടുക്കണ്ടേ മാം? അത് കൊടുക്കണ്ട. ഇനി ഒന്ന് സെൻഡ് കൊടുത്തേ. എക്സ്പെക്റ്റഡ് ഡബിൾ കോഡ്സ് പ്രോപ്പർട്ടി ആ ഏറ്റവും അവസാനത്തെ കോമ ഒന്ന് മാറ്റിയടാ, എന്നിട്ട് ഇനി സെൻഡ് കൊടുത്തേ. അപ്ഡേറ്റ് ആയി. ശരിയായില്ലേ? ഉം. ഇനി ഒന്ന് ഗെറ്റ് യൂസറിൽ പോയിട്ട് നോക്കിക്കേ. ഇപ്പൊ ഇത് സേവ് ചെയ്തുകൊണ്ടാണ് ഈ രണ്ടാമതൊക്കെ ഈ ഗെറ്റ് യൂസറിൽ പോയിട്ട് നോക്കാൻ പറ്റിയത്. സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടാമത് ഒരെണ്ണം കൂടെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ആ അതുകൊണ്ടാണ് സേവ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഡിലീറ്റും ആയി. ഡിലീറ്റ് ആവുമ്പോ ചിലപ്പോ നമുക്ക് ഒന്നും വരില്ല, ഈ ബ്രാക്കറ്റ്സ് മാത്രം വരും. അല്ലെങ്കിൽ എന്ത് വരും? ഇതേപോലെ ഡാറ്റ വരും. ഈ സ്പെസിഫിക് ഡാറ്റ ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു. നമുക്ക് ഡാറ്റാബേസിൽ ഒന്ന് പോയിട്ട് നോക്കായിരുന്നില്ലേ? കുഴപ്പമില്ല, ഡാറ്റാബേസിൽ എന്തായാലും വന്നിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ടല്ലേ നമുക്ക് ഗെറ്റ് സ്പെസിഫിക് യൂസർ എടുത്തപ്പോ ആ സാധനം വന്നത്. ഉം. അപ്പൊ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? മാം നമ്മളൊരു വേറെ കമ്പനി പോയി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഈ ഡയറക്റ്റ് URL അല്ലായിരിക്കും. എന്താടാ? ഈ നമ്മുടെ ഈ നോട്ട് ജെഎസ് അതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. നമ്മളൊരു കമ്പനിയിലാണെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും എന്നറിയാം. കമ്പനിയിലാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ ഡെമോ API യൂസ് ചെയ്യണ്ടല്ലോ. ഇപ്പൊ ഡെവലപ്പേഴ്സ് ഐഡിന്ന് നമുക്ക് ഓൾറെഡി അവര് ബിൽഡ് ചെയ്ത API തരും, URL അവര് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്താൽ മതി, ടെസ്റ്റ് കേസസ് എഴുതി കൊടുത്താൽ മതി. ആ ഇതിപ്പോ നമുക്ക് ഇന്നലെ നമ്മൾ നോക്കിയപ്പോ പോസ്റ്റും പുട്ടൊക്കെ ചെയ്തപ്പോ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ല. നമുക്കൊരു API ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മളൊരു ലോക്കൽ സിസ്റ്റത്തിൽ ഒരു ഡെമോ API ഡെവലപ്പ് ചെയ്തു, പ്രോപ്പർ HTTP മെത്തേഡ്സ് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അത്രേ ഉള്ളൂ. ശരി. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ജേസൺ പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു APIയുടെ സൈറ്റിന്റെ ഇത് കൊടുത്തില്ലേ? അപ്പൊ അതുപോലെ നമുക്ക് URL അവര് പ്രൊവൈഡ് ചെയ്യും, അതിൽ ടെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഈ റെസ്പോൺസിൽ നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടി. എന്തൊക്കെ കിട്ടി? സ്റ്റാറ്റസ് കോഡ് കിട്ടി, ഹെഡേഴ്സ് ഉണ്ട്, ടെസ്റ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് വാലിഡേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റെസ്പോൺസ് വാലിഡേറ്റ് ചെയ്യുന്നതിന് സ്റ്റാറ്റസ് കോഡ് വാലിഡേറ്റ് ചെയ്യും, ഹെഡേഴ്സ് വാലിഡേറ്റ് ചെയ്യും, കുക്കീസ് വാലിഡേറ്റ് ചെയ്യും, റെസ്പോൺസ് ടൈം, റെസ്പോൺസ് ബോഡി, ഇതൊക്കെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് പോസ്റ്റ്മാന്റെ ഒരു ചായ് അസേർഷൻ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്. അതിന്റെ അകത്തുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെഴുതുന്നത്? വാലിഡേഷൻ പോയിന്റ്സ് എഴുതുന്നത്, ടെസ്റ്റ് കേസസ് എഴുതുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാറ്റസ് കോഡ് വാലിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം, റെസ്പോൺസ് ടൈം വാലിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഈ രണ്ട് വാലിഡേഷനും നോക്കാം. എന്തൊക്കെയാണ് സ്റ്റാറ്റസ് കോഡ് വരുമ്പോ എന്തൊക്കെയാ, ഏത് സ്റ്റാറ്റസ് കോഡ് വരുമ്പോ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. ഒരു സെക്കൻഡ്. സ്റ്റാറ്റസ് കോഡിന്റെ ഒരു ഇതെടുക്കട്ടെ. എനിക്ക്
സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തോളാം. പക്ഷെ ഒന്ന് ഷെയർ ചെയ്യേണ്ടി വരും. സ്റ്റാറ്റസ് കോഡ് വാലിഡേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് കേസ് എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യേണ്ടി വരും കേട്ടോ. ആ നമ്മള് ഫുട്ടും ഡിലീറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇനി നമുക്ക് ഒരു ചെറിയ വാലിഡേഷൻ ഉള്ളത്. നമുക്ക് 3 തരത്തില് സ്റ്റാറ്റസ് കോഡ് വരാറുണ്ട്. 200 ലെവൽ ഉണ്ട്, 400 ലെവൽ ഉണ്ട്, 500 ലെവൽ ഉണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് സ്റ്റാറ്റസ് കോഡ് ആണ് നമ്മൾ യൂഷ്വലി വന്ന് കണ്ടേക്കുന്നത്. ഈ 200 ലെവൽ സീരീസ് ആണെങ്കിൽ സക്സസ്ഫുള്ളി ഡൺ എന്നാണ് 200 ലെവൽ സീരീസ് മിക്കതിലും ഉണ്ടാവുക. ഇതിനകത്ത് 200 ഓക്കെ ആണെങ്കിൽ സക്സസ്ഫുള്ളി ഡൺ എന്നാണ്. 200 ക്രിയേറ്റഡ് വരാം. മിക്കവാറും പോസ്റ്റിലൊക്കെ 200 ക്രിയേറ്റഡ് ആണ് വരാം. 202 അക്സെപ്റ്റഡ് വരാം. ഇതൊക്കെയാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ള 200 വരാൻ ചാൻസ് ഉള്ള ഇത് സ്റ്റാറ്റസ് കോഡ്സ്. ഇനി നമുക്ക് 400 മിക്കതും വരാം. അൺഓതറൈസ്ഡ് ആക്സസ് ഓഫ് APIs കാരണമാണ് 400 സീരീസ് വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില APIs നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓതറൈസേഷൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഓതറൈസേഷൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കാതെ ഈ URL യൂസ് ചെയ്തിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 400 സീരീസിലുള്ള എന്തെങ്കിലും ആയിരിക്കും വരാം. 400 ബാഡ് റിക്വസ്റ്റ് വരാം. 401 അൺഓതറൈസ്ഡ് വരാം. 403 ഫോർബിഡൻ വരാം. 404 നോട്ട് ഫൗണ്ട് വരാം. ഇങ്ങനെയൊക്കെ വരാം. ഇനി 500 സീരീസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സെർവറോ നെറ്റ്വർക്കോ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലാണ് 500 സീരീസ് സ്റ്റാറ്റസ് കോഡ് വരാം. Internal server error 501 not implemented. Why not do bad gateway? Why not for
ഗേറ്റ്വേ ടൈം ഔട്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സ്റ്റാറ്റസ് കോഡ് വരാറ്. അപ്പൊ തരുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന സ്റ്റാറ്റസ് കോഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണോ ഒന്ന് വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് വാലിഡേറ്റ് ചെയ്യാനുള്ള ഒന്ന് നമുക്ക് നോക്കാൻ എപ്പോഴും പറ്റില്ലല്ലോ. വാലിഡേറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതി കൊടുക്കുക, ടെസ്റ്റ് കേസ് എഴുതി കൊടുക്കുക, അങ്ങനെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. ചായ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്. അതിന്റെ അകത്തെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് കേസസ് എഴുതുന്നത്. നമുക്ക് സ്റ്റാറ്റസ് കോഡ് വാലിഡേറ്റ് ചെയ്യാം, ഹെഡേഴ്സ് വാലിഡേറ്റ് ചെയ്യാം, റെസ്പോൺസ് ബോഡി വാലിഡേറ്റ് ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റാറ്റസ് കോഡ് വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നോക്കാം. ചായ് അസേർഷൻ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്കിൽ നിന്നാണ് നമുക്ക് ഈ ഫംഗ്ഷൻ ഒക്കെ എഴുതുന്നത്. നമുക്ക് നോർമൽ ടൈപ്പ് ഫംഗ്ഷനും എഴുതാം, അതിൻ്റെ അകത്ത് ആരോ ഫംഗ്ഷനും എഴുതാം. നോർമൽ ഫംഗ്ഷൻ ഇപ്പൊ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല, വേണമെങ്കിൽ കൊടുക്കാം. ആരോ ഫംഗ്ഷൻ ആണ് മിക്കതും യൂസ് ചെയ്യാം. നമുക്ക് സ്റ്റാറ്റസ് കോഡ് വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു ആരോ ഫംഗ്ഷൻ എഴുതാം. അതിന്റെ എഴുതാനുള്ള ഒരു സിന്റാക്സ് ഇതാണ്, pm.test. എന്ത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണെന്നുള്ള പേര് നമ്മൾ ഇവിടെ കൊടുക്കും. സ്റ്റാറ്റസ് കോഡ് ഇസ് 200 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഇഷ്ടമുള്ള കൊടുക്കാം. ഡബിൾ കോട്സ് കൊടുക്കുക. കോമ ഇടാം. ആരോ ഫംഗ്ഷൻ കൊടുത്തു. ഇതാണ് ആരോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അല്ലാതെ നോർമൽ ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് ഏത് വേണേലും കൊടുക്കാം. പക്ഷെ ഇപ്പൊ എല്ലാവരും ആരോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുക, അതുകൊണ്ട് നമുക്ക് ആരോ ഫംഗ്ഷൻ കൊടുക്കാം. എന്നിട്ട് pm.response.to.have.status 200 കൊടുക്കാം. സെമിക്കോളൻ ഇടാം, കർലി ബ്രേസസ് ക്ലോസ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇതില് pm.test എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടെസ്റ്റ് കേസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ സ്റ്റാറ്റസ് കോഡ് ഇസ് 200 എന്ന് പറഞ്ഞത് ഈ ടെസ്റ്റിന്റെ പേരാണ്. ഇതാണ് ആരോ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. നമ്മളൊരു മെത്തേഡ് എഴുതുന്ന പോലെ ഇതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. കർലി ബ്രേസസ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റാറ്റസ് കോഡ് 200 ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള കോഡാണ് pm.response.to.have സ്റ്റാറ്റസ് കോഡ് 200. സെമിക്കോളൻ ഇടാം. ഈ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യാം, ഇതും സെമിക്കോളൻ ഇടാം. ഇത് നമ്മൾ എവിടെയാ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ പ്രീ റിക്വസ്റ്റ് ടെസ്റ്റിലാണ് കൊടുക്കുക. ഞാൻ ഈ കോഡ് ചാറ്റിൽ ഇടാം. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ ഇനി രജിത? ഇതില് ടെസ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടോ? ഇവിടെ അതെ. ഈ മീറ്റിന്റെ സാധനം ഒന്ന് ക്ലോസ് ചെയ്യാമോ? കോപ്പി ചെയ്യുന്നു. ഇതിനകത്ത് ഇത് 200 ഓക്കെയാണ്, നമുക്ക് അത് നോക്കാം. ഇതിനകത്ത് ടെസ്റ്റ് എടുത്തേടാ, ടെസ്റ്റിൽ ഇത് കൊടുത്തേ, എന്നിട്ടൊന്ന് സെൻഡ് ചെയ്തേ. ഡിലീറ്റ് അല്ലേ മാം? ഓൾറെഡി ഡിലീറ്റ് ആയി കാണത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്യ, അത് എടുത്തിട്ട് വേറൊരു ID കൊടുത്തേ. കൊടുക്കട്ടെ, എടുത്തോ, സെൻഡ് എടുത്തേ. നീ ടെസ്റ്റ് ഒന്ന് എടുത്തേ, ടെസ്റ്റ് റിസൾട്ട്സ് പാസ്റ്റ് ആയി, സ്റ്റാറ്റസ് കോഡ് 200 എന്ന് വന്നു. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഈ 200 മാറ്റിയിട്ട് ഇനി വേറൊരു ID കൊടുത്തിട്ട്
400 ഒന്ന് കൊടുത്തേ, 200 മാറ്റിയിട്ട്. ഈ 1 മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കാം. 2 കാണുമല്ലോ. 2 കാണുമായിരിക്കും. നമുക്ക് സെൻഡ് കൊടുത്ത് നോക്കാം. കണ്ടോ, ഫെയിൽ ആയി. കാരണം എന്താ, സ്റ്റാറ്റസ് കോഡ് 200 ആണ്. അത് ഡിലീറ്റ് ആയപ്പോൾ സ്റ്റാറ്റസ് കോഡ് 200 ആണ് വന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് 400 ആണ്. ഇങ്ങനെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് റെസ്പോൺസ് ബോഡി, ഹെഡേഴ്സ്, കുക്കീസ്, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സ്കീമ തരും, എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഇരിക്കേണ്ടത് ജെയ്സന്റെ, ആ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. നമുക്കൊരു 3 ഡേ സെഷൻ കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയും പോർഷൻസ് മനസ്സിലായി തോന്നുന്നു. ഇതിന്റെ വീഡിയോ റെക്കോർഡിങ്സ് ഇടാം കേട്ടോ. താങ്ക് യു.